വിവിധ റോളുകളിൽ വളരെ പ്രധാനപ്പെട്ട റോള് അഭിനയിച്ചിട്ടുണ്ട്. ഈ മെയ് 31 30 വർഷത്തെ ഔദ്യോഗിക ജീവിതം വിജയകരമായി പൂർത്തിയാക്കി അദ്ദേഹം ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പണിയുക. ഇന്ന് ഈ മനോഹരമായ ഈ നിമിഷത്തിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിക്കുന്ന എല്ലാവരെയും അദ്ദേഹത്തിന്റെ പേരിലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പേരിലും ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1997 ദേവികുളം സബ്ട്രഷറിയിൽ ജൂനിയർ അക്കൗണ്ടന്റായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് ശ്രീ ബാബുരാജ്. തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് സബ്ട്രഷറി, വികാസ് ഭവൻ സെക്രട്ടറി, സബ്ട്രഷറി, നെടുമങ്ങാട് സെക്രട്ടറി, വിദുര സെക്രട്ടറി, ഒടുവിലായിട്ട് കാലമായിട്ട് തിരുവനന്തപുരത്ത് റൂറൽ ജില്ലാ അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ മേഖലയിലായിട്ട് അദ്ദേഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 30 അദ്ദേഹം പണികളുന്നു. ഈ പരിപാടി നമ്മൾ ആരംഭം കുറിക്കുന്നത് കേക്ക് മുറിച്ചുകൊണ്ടാണ്. കേക്ക് മുറിക്കുന്നതിന് വേണ്ടി ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, ഭാര്യയുണ്ട് ശ്രീജ ബാബു, മകൻ അതുൽ ബാബു, മകൾ അതുല്യ ബാബു, മരുമകൻ അനൂപ് കുമാർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ മാസം അവസാനം സർവീസ് പൂർത്തിയാക്കി റിട്ടയർ ചെയ്യുന്ന പ്രിയപ്പെട്ട ബാബുരാജ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, മറ്റു കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകർ, വിവിധ സർക്കാർ ഓഫീസുകളിൽ ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിൻ്റെ അഭിനയ കക്ഷികളായി ചേർന്നിട്ടുള്ള ബഹുമാനിലെ സഹോദരി സഹോദരൻ, ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രത്യേകത സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി ഒരു സർവീസിൽ നിന്നുള്ള പ്രവാസം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സിവിൽ സർവീസ് പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. അനിവാര്യമായിട്ടുള്ള കാര്യം. പക്ഷേ ആ ഉദ്യോഗസ്ഥരായ കാലയളവ് അദ്ദേഹത്തിന് ആത്മസംതൃപ്തിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്കും അങ്ങനെ തന്നെ കേൾക്കാൻ കഴിഞ്ഞു. അതിൽ അതിയായ സന്തോഷമുണ്ട്. തന്റെ പഠനകാലം കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് മുൻപ് തന്റെ നാട്ടിൽ അമ്പൂരി പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയും സാധാരണ ജനങ്ങളോടൊപ്പം ആളുകളെ വിഷയങ്ങൾ ഇടപെടുകയും അവർക്ക് വേണ്ടി പൂർണ്ണമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം സർക്കാർ സർവീസിലേക്ക് പോയത്. സർക്കാർ സർവീസിലേക്ക് വന്നതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ തന്റെ ആശയങ്ങൾ താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ചു. സർവീസിൽ വന്നത് മുതൽ സർവീസിൽ വരുന്നതുകൊണ്ട് തന്നെയായിരുന്നു തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അതിനുശേഷവും നാട്ടിൽ ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ചേർന്ന് പിടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരു ടീം കിട്ടുന്നതിലേക്ക്
അദ്ദേഹത്തെ രൂപത്തിൽ ഒരു മാനേജ്മെന്റ് രൂപത്തിലില്ല. അദ്ദേഹത്തിന് ഈ പ്രത്യയശാസ്ത്രം ഉപകാരപ്രദമായി ചോദിക്കുന്ന ആളുകൂടെയാണ്. എല്ലാ കുട്ടികൾക്കും അങ്ങനെയൊരു ബന്ധം കിട്ടുന്നുണ്ടോ? കാരണം അദ്ദേഹത്തിനൊപ്പം എല്ലാവർക്കും വളരെ അപ്രോച്ചബിളാണ്. ഏത് സമയത്തും തന്നെ ഓരോ തീരുമാനം അപ്പം തന്നെ ഫോണെടുക്കാനുള്ള പരിഹാരം അദ്ദേഹം ഇപ്പോൾ ഓഫീസിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ആ പരിഹാരം അപ്പം ഉടനടി കണ്ടെത്തുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ട കാര്യം നടക്കും എന്നുള്ളത് നമുക്ക് ഈ ട്രഷറിയുടെ കീഴിലുള്ള കീഴിലുമാക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹമായിട്ട് ഇത്രയും ബന്ധമുണ്ടായത്. സാധാരണ പലരുമാരൊക്കെ കല്യാണത്തിന് പറയുന്നത് ഫോൺ കിട്ടുന്നില്ല, തിരിച്ചു വിളിക്കുന്നില്ല, നമ്മൾ തന്നെ ഓഫീസിൽ പഠിക്കുന്നതായി പോയിരിക്കും. ഇത് അതല്ല, എല്ലാ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഒരു പക്ഷേ എവിടെ ഈ ഒരു സംഘടനയിൽ നിന്ന് അദ്ദേഹം ആ സംഘടനയുടെ പ്രത്യേകത കൊണ്ട് ആയിരിക്കാം എല്ലാമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് വളരെ സ്നേഹത്തിന്റെ ഐക്യം, ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷനപ്പുറം ഒരുപാട് പ്രാവശ്യം അവർ എല്ലാവരുമായിട്ടുള്ള ബന്ധപ്പെടാനുള്ള അവസരമുണ്ടായി. എല്ലാവിധ ആശംസകളും നേരിടുന്നു. ഞാൻ മാർക്കി ട്രെയിനിങ് കോളേജ് തിയേറ്റർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. ഞാൻ ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകരാണ്. അപ്പം ഞാൻ ഇന്നും ഒരു ബാബുരാജ് സാറൊന്നും ഞാൻ പറഞ്ഞില്ല. യഥാർത്ഥ PM ഒക്കെ മാത്രമേ ഞാൻ ബാബുരാജിനെ വിളിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളങ്ങനെ അത്രയ്ക്ക് അനുഭവമാണ്. അത് ഞാൻ ബ്രീഫ് ചെയ്യാണ്. ഞങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു ബന്ധം. മറ്റ് പ്രൊഫഷനുകളിൽ പോലും നല്ല രീതിയിൽ ബാബുരാജിൻ്റെ ആ ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരു കാര്യങ്ങൾ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ട്രഷറി ഓഫീസറായിരുന്നു. ഇവിടെ ഫ്രണ്ട് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടൊരു വ്യക്തിയാണ്. ട്രഷറി ഓഫീസറായിട്ട് ഇരുന്ന ആ വ്യക്തിയാണ്. എനിവേ ബാബുരാജ് ഒരിക്കൽ കൂടി ആശംസ അറിയിക്കുന്നു. താങ്ക് യു. അപ്പോൾ സാറിന് സർവീസിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളതില്ല. സാറുമായിട്ട് ഒരുപാട് അറിയാൻ മാത്രം പരിചയമുള്ളൂ. എങ്കിൽ പോലും സാറിന്റെ പെരുമാറ്റ രീതി പരിപക്വമില്ലാതെ എല്ലാവരെയും കാണുന്ന ഒരു ദിവസം പരിചയപ്പെടുന്ന ആൾക്കാരെ പോലും മറക്കാതെ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന സാറിന്റെ സവിശേഷമായ സ്വഭാവം, അത് കൊണ്ട് തന്നെ സാറിന്റെ സ്വഭാവം തന്നെയായിരിക്കും നിങ്ങളെല്ലാം സാറിന്റെ യാത്രയത്തിന് വേണ്ടി യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരെയും സ്നേഹിക്കുന്നത്. അതുപോലെ സാറിനെ ഏറ്റവും വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്നേഹിക്കുന്നതിൽ സാറിന് എല്ലാവിധ ആശംസകളും സാറിന്റെ ഭാഗ്യത സൗഭാഗ്യവുമാകട്ടെ. കുടുംബത്തോട് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ സാറിന്റെ സേവനം തുടർന്നും സാമൂഹ്യ രംഗത്തുകൂടി ഉണ്ടാകുന്നതിനുള്ള ആഗ്രഹം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും വളരെ സന്തോഷകരമായി സമാധാനപരമായി ഇരിക്കുന്നതിന് ആശംസിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് സേവനം പറ്റിയ ഒരു സുഹൃത്തുബന്ധത്തിന്റെ ഉടമയാണ് നമ്മുടെ പറയുന്നത്. ഇഷ്ടകാല ഭീമകാലം കൊണ്ടുപോകുന്ന തോന്നുന്നത് എല്ലാവരും ആശംസകളും
ബാബുരാജ് സാർ നമുക്ക് വേണ്ടി നിങ്ങളെ സ്നേഹത്തിന് വേണ്ടി ഒരു ഗാനം ആരംഭിക്കും. you